മ്യൂസിക് തെറാപ്പിക്ക് വേണ്ടി ചില റെക്കോർഡുകളൊക്കെ കളക്ട് ചെയ്ത്. നമസ്കാരം ഡോക്ടർ. ഈ ദ്രോഹി ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. ഒന്ന് പതുക്കെ. ഏതൊക്കെ പതുക്കെ പറയണം? ഇത് നാട്ടുകാരറിഞ്ഞ എനിക്കൊരു ചുക്കും കിടയാത്. ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. ഈ സ്ത്രീയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഓരോ നിമിഷവും ഞാൻ വെറുത്തോണ്ടിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ ഇതിനകത്ത് വിളിച്ചു കയറ്റിയത്. ചേച്ചി വെറുക്കുന്ന വിഷ്ണുനാരായണൻ പോറ്റിയാണ് ഈ VN പോറ്റിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴറിഞ്ഞു. ആ വിശ്വാസവഞ്ചനാണ് ഇയാള്. നാട്ടിൽ വേറെ ഒന്നാം തരം സൈക്കോളജിസ്റ്റുകളുണ്ട്. ഈ വിശ്വാസവഞ്ചന ഇവിടെ ഒരു ചികിത്സ നടത്തണ്ട. ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചെന്നോ? മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സൈക്കോളജിക്ക് പഠിക്കാൻ പോയപ്പോ ഇവക്ക് അയച്ച കത്തുകൾക്ക് കണക്കില്ല. ഒരു കത്തിന് പോലും ഇവിടെ മറുപടി അയച്ചില്ല. കത്തോ? എനിക്കോ? നൊട്ടാക്കൾ കത്തോ? നുണ പറയരുത് മനുഷ്യ. മണിപ്പൂരിൽ പോകുന്നതിന്റെ തലേ ദിവസം പൊടി പണിനീർച്ച മുഖത്തിന്റെ ചോട്ടി വെച്ച് പെരിയ വാഗ്ദാനങ്ങളൊക്കെ തന്ന് യാത്ര പറഞ്ഞ ശേഷം ഒരു വരി കത്ത് പോലും എനിക്ക് അയച്ചിട്ടില്ല. ആര് പറഞ്ഞു? മറ്റൊരു പ്രലോഭനങ്ങൾക്ക് വശമതയാകാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് കാണിച്ച് 72 കത്തുകൾ ഞാൻ അയച്ചില്ലേ? പോയി പച്ചക്കള്ളം. ദിനവും കത്തുണ്ടോ എന്ന് ചോദിച്ച് തപാൽ ശിവായിക്ക് എന്നെ വിഷമം തോന്നിയപ്പോ സഖി കെട്ടാ നല്ല മനുഷ്യനൊരു പ്രേമലേഖനം എഴുതി എനിക്ക് തന്നല്ലാതെ ഒരുത്തിന്റെ കത്തെനിക്ക് കിടക്കലേ. എന്നാലും കത്തയക്കാത്തത് ഭയങ്കര ചീറ്റിംഗ് ആയി പോയല്ലേ? നിങ്ങൾ എന്നെ അവിശ്വസിക്കുകയാണോ? അയച്ച കത്തുകൾ പിന്നെ അവിടെ പോയി. ഇവരുടെ തന്തയുണ്ടല്ലോ ആ പരട്ട പട്ടര്, അയാളെ പോസ്റ്റ്മാന് നക്കാപ്പിച്ചു കൊടുത്ത് കത്തുകൾ മുഴുവൻ അമക്കി കാണും. എന്റെ അപ്പാവെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ച എന്റെ സ്വഭാവം മാറും. മലയാളം വായിക്കാൻ അറിയാത്ത എന്റെ അപ്പാവൊക്കെ ഏതൊക്കെ പ്രേമലേഖനം? ഇനി അയച്ച കത്തൊക്കെ അപ്പ എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ. പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് അന്വേഷിച്ചെന്നോ? ഒരു മനഃശാസ്ത്രജ്ഞനായ ഞാൻ തകർന്ന മനസ്സുമായി കൽപ്പാത്തി തെരുവിലൂടെ രാപകലില്ലാതെ അലഞ്ഞു. ചിന്താമണിയും കുടുംബവും വീട് ഡിസ്പോസ് ചെയ്തിട്ട് മദിരാശിക്ക് പോയി എന്നാ എനിക്ക് കിട്ടിയ വിവരം. തിരുപ്പിയും പോയി. ഞങ്ങൾ ഉടുപ്പിക്കാ താമസം മാറ്റിയത്. എങ്ങോട്ടായാലും ഞാൻ അന്വേഷിച്ചു എന്നുള്ള സത്യമാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ. ചിന്താമണി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. സിനിമാ ഗാനങ്ങൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ. അന്നത്തെ ഹിറ്റ് ഗാനമായ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഒരു സന്ധ്യാപുഷ്പവുമായി വന്നു എന്നൊരു 100 ആവർത്തിയെങ്കിലും പാടിയിട്ടുണ്ട്. സത്യം, നിരന്തരമായ ഗാനാലാപം എന്റെ മനസ്സിന്റെ സമനില തെറ്റിച്ചു. 2 മാസം കുതിരവട്ട മെന്റൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ. കുറുന്തോട്ടിക്കും വാതോ? അയ്യോ, അഴകും ആരോഗ്യമുള്ള ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിന്ന് പ്രസവിക്കുന്ന കണ്ടില്ലേ? ഞാൻ പോയേക്കാം. ചിന്താമണി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ചിന്തയോടുണ്ടായിരുന്നത് കളങ്കരഹിതമായ സ്നേഹമായിരുന്നു. വരട്ടെ. ഡോക്ടർ പ്ലീസ്. പിന്നൊരു കാര്യം, പേഷ്യന്റ് ഹിപ്നോട്ടിക് നിദ്രയിലാണ്. ഞാൻ ഉണർത്താതെ അയാൾ ഉണരുന്ന പ്രശ്നമില്ല. അഥവാ നിങ്ങൾ ഉണർത്താൻ ശ്രമിച്ചാൽ പിന്നെ നടക്കുന്നതൊന്നിനും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. സൂപ്രണ്ടേ, അയാളുടെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ചങ്കൂറ്റം തന്നെ. പല സ്ത്രീകൾക്കും അതിന് കഴിയാറില്ല. അതുകൊണ്ട് അവർക്കിന്നും പുരുഷന്റെ അടിമകളായി ജീവിക്കേണ്ടി വരുന്നത്. പക്ഷേ ചേച്ചി ഒരു അബദ്ധം കാണിച്ചു. എന്താ അബദ്ധം? അല്ല, സതീശേലിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് വിട്ടിട്ട് ഡോക്ടറെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. എന്നിട്ട് വേണം ഞാൻ ആ ദ്രോഹിയുടെ സന്മനസ്സുകൊണ്ടാണ് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടെന്ന് നാട്ടുകാരുടെ വീമ്പിളക്കാൻ. എന്തായി? ഒരു രക്ഷയില്ല. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കി. അവനിപ്പോ ഉണരണമെന്ന് നിങ്ങൾക്ക് എന്താ എത്ര നിർബന്ധം? അതെങ്ങനെ ഉറങ്ങി ഉടങ്ങാരിക്കണം ചത്തുപോയാ? ആ പൊട്ട ഡോക്ടർ പറഞ്ഞ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ? വാ, ഞാൻ ഉണർത്തി തരാം.
കിടക്കുന്ന പോലും എണീക്കേണ്ടതാ. ഇനി രക്ഷയില്ല. പൊന്നമ്മ മാറ്, ഞാൻ ഉണർത്താം. ഓ ഓ അങ്ങനെ ഉണരത്തില്ലേ? പൊന്നമ്മ സത്തം കൂടാതെ നമ്മ മാനം പോവും. നില്ലെങ്കിൽ അങ്ങനെ എന്നെ പോത് ശനിയന് നില്ലെങ്കിൽ എന്റെ ഭഗവതി ആരെ കണി കൊണ്ടോന്നോ. മാരിയമ്മ, ആരെങ്കിലും ആ ഡോക്ടറെ ഒന്ന് വിളിക്കേ. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇന്നലെയും കൂടി ചിത്രഗീതം കണ്ടതാ. ഈ വീട് ഇന്ന് കുളമായത് തന്നെ.